വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ ദാനത്താലും ഇതെനിക്ക് മോചനത്തിനായി പരിണമിക്കുമെന്ന് ഞാൻ അറിയുന്നു. ആകയാൽ എനിക്കൊന്നിലും ലജ്ജിക്കേണ്ടി വരികയില്ലെന്നും, മറിച്ച് പൂർണ്ണ ധൈര്യത്തോടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും ക്രിസ്തു എന്റെ ശരീരത്തിൽ ജീവിതം വഴിയോ മരണം വഴിയോ മഹത്വപ്പെടണമെന്നും എനിക്ക് തീവ്രമായ ആഗ്രഹവും പ്രതീക്ഷയുമുണ്ട്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ശാരീരികമായി ഇനിയും ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ജോലി ചെയ്യാൻ സാധിക്കും. എങ്കിലും ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു. എങ്കിലും എന്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാനാണ്. കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം. ഓർമ്മിക്കുക, ഇന്ന് തിരുസഭ വിശുദ്ധ ലോറൻസിന്റെ ഓർമ്മ തിരുനാൾ അനുസ്മരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ദൈവവിളിയും തെരഞ്ഞെടുപ്പും സ്വീകരിക്കുവാൻ വേണ്ടി പൂർവാധികം സൽപ്രവൃത്തികൾ ചെയ്യാൻ ഉത്സാഹിക്കുവിൻ. എങ്കിൽ ആരും പാപത്തിൽ വീഴുകയില്ല. വിശുദ്ധ ലോറൻസ് 1559 ജൂലൈ 22-ാം തീയതി ഇറ്റലിയിലെ ബ്രന്ദിസി എന്ന സ്ഥലത്ത് ജനിച്ചു. മാതാപിതാക്കളായ വില്യവും എലിസബത്തും മകന് ജൂലിയസ് സീസർ എന്ന് പേരിട്ടു. 16-ാം വയസ്സിൽ വെനീസിലെ കപ്പൂച്ചിൻ ആശ്രമത്തിൽ ചേർന്ന് ലോറൻസ് എന്ന പേര് സ്വീകരിച്ചു. പാദുവ സർവകലാശാലയിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ചു. 23-ാമത്തെ വയസ്സിൽ വൈദികനായി. ഇതിനോടകം ലാറ്റിൻ, ഹീബ്രു, ഗ്രീക്ക്, ജർമ്മൻ, ബൊഹീമിയൻ, സ്പാനിഷ്, ഫ്രഞ്ച് എന്നീ ഭാഷകൾ ഭംഗിയായി കൈകാര്യം ചെയ്യുവാൻ പഠിച്ചു. യഹൂദന്മാരെ പോലെ ഗ്രീക്ക് സംസാരിക്കുവാൻ അറിവുള്ളതുകൊണ്ട് 8-ാം ക്ലെമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ യഹൂദന്മാരുടെ ഇടയിൽ സുവിശേഷ ജോലി ചെയ്യുവാൻ നിയോഗിച്ചു. 31-ാം വയസ്സിൽ ഫാദർ ലോറൻസ് ടസ്കനിയിലെ പ്രൊവിൻഷ്യലും 43-ാം വയസ്സിൽ കപ്പൂച്ചിൻ സഭയുടെ മിനിസ്റ്റർ ജനറലുമായി. 1571 ലെപ്പന്തോ യുദ്ധത്തിനു ശേഷം തുർക്കികൾ ഒന്നൊതുങ്ങിയെങ്കിലും സുൽത്താൻ മുഹമ്മദ് തൃതീയൻ ഹംഗറിയുടെ കുറെ ഭാഗം പിടിച്ചെടുക്കുകയുണ്ടായി. ക്രിസ്തീയ ജർമ്മൻ രാജാക്കന്മാർ ഒരുമിച്ച് നിന്ന് സമരം ചെയ്യുന്നതിന് വേണ്ട ഉപദേശം നൽകാൻ റുഡോൾഫ് ചക്രവർത്തി ഫാദർ ലോറൻസിനെ നിയോഗിച്ചു. 80,000 തുർക്കി പടയാളികൾക്കെതിരെ ഫാദർ ലോറൻസ് 18,000 ക്രിസ്ത്യൻ യോദ്ധാക്കളെ നിരത്തി. ഫാദർ ലോറൻസ് ഒരു കുരിശുരൂപം കയ്യിൽ പിടിച്ച് കുതിരപ്പുറത്തിരുന്ന് യോദ്ധാക്കളെ നയിച്ചു. സ്റ്റൂൾവെയിൻസൻബർഗിൽ വെച്ച് സൈന്യങ്ങൾ ഏറ്റുമുട്ടി. തുർക്കികൾ പലായനം ചെയ്തു. ജർമ്മനിയിൽ അദ്ദേഹം ധാരാളം മാനസാന്തരങ്ങൾ നേടിയെടുത്തു. സ്വദേശമായ നേപ്പിൾസിലെ തർക്കം തീർക്കാൻ അദ്ദേഹം പേപ്പൽ പ്രതിനിധിയായി ലിസ്ബണിലേക്ക് പോകുകയും അവിടെ വെച്ച് രോഗം പിടിപെടുകയും 1619 ജൂലൈ 22-ാം തീയതി തന്റെ ഷഷ്ടിപൂർത്തി ദിനത്തിൽ അദ്ദേഹം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെടുകയും ചെയ്തു. 1783 മെയ് 17-ാം തീയതി അദ്ദേഹത്തെ പിയൂസ് 6-ാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായും 1881 ഡിസംബർ 8-ാം തീയതി ലിയോ 13-ാമൻ മാർപ്പാപ്പ വിശുദ്ധനായും 1959 മാർച്ച് 19-ാം തീയതി ജോൺ 23-ാം മാർപ്പാപ്പ സാർവത്രിക സഭയുടെ വേദപാരംഗതനായും അദ്ദേഹത്തെ ഉയർത്തി. വിശുദ്ധൻ തന്റെ ജീവിതം ദൈവവിളിക്കനുസരിച്ച് ജീവിച്ചു കാണിച്ച മാതൃക എല്ലാവർക്കും അനുകരിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
വന്നവരായിരം കൂട്ടം, എന്നെ തളർത്താനായി ഓടി വന്നവരായിരം കൂട്ടം, തകർക്കാനായി ഓടി വന്നവരായിരം കൂട്ടം, എന്നെ തളർത്താനായി ഓടി വന്നവരായിരം കൂട്ടം. എന്നും കോട്ട പോലെ കാത്തുകൊണ്ടവനാണു നീ, വൻ കോട്ട പോലെ കാത്തുകൊണ്ടവനാണു നീ. എന്നും കോട്ട പോലെ കാത്തുകൊണ്ടവനാണു നീ, വൻ കോട്ട പോലെ കാത്തുകൊണ്ടവനാണു നീ. തകർത്താനായി ഓടി വന്നവരായിരം കൂട്ടം, എന്നെ തളർത്താനായി ഓടി വന്നവരായിരം കൂട്ടം. അവൻ കാട്ടിയ പാതയിൽ പോയിടുന്നോളം, എന്നും ചൊല്ലിയ വാക്കുകൾ കേട്ടിടുന്നോളം. അവൻ കാട്ടിയ പാതയിൽ പോയിടുന്നോളം, എന്നും ചൊല്ലിയ വാക്കുകൾ കേട്ടിടുന്നോളം. ഒരു മനുഷ്യനുമാവതിൽ എന്നെ അകറ്റാൻ പോലും, ഒരു മനുഷ്യനുമാവതിൽ എന്നെ അകറ്റാൻ പോലും, ഒരു മനുഷ്യനുമാവതിൽ എന്നെ അകറ്റാൻ പോലും, ഒരു മനുഷ്യനുമാവതിൽ എന്നെ അകറ്റാൻ പോലും. തകർക്കാനായി ഓടി വന്നവരായിരം കൂട്ടം, എന്നെ തളർത്താനായി ഓടി വന്നവരായിരം കൂട്ടം. അവൻ ജീവിതയാത്രയിൽ ഉള്ളിടത്തോളം എന്നും കൂട്ടിനു ശക്തിയായി നിന്നിടുന്നോളം. അവൻ ജീവിതയാത്രയിൽ ഉള്ളിടത്തോളം എന്നും കൂട്ടിനു ശക്തിയായി നിന്നിടുന്നോളം. ഒരു കരത്തിനുമാവതിൽ എന്നെ തൊടുവാൻ പോലും, ഒരു കരത്തിനുമാവതിൽ എന്നെ തൊടുവാൻ പോലും, ഒരു കരത്തിനുമാവതിൽ എന്നെ തൊടുവാൻ പോലും, ഒരു കരത്തിനുമാവതിൽ എന്നെ തൊടുവാൻ പോലും. തകർക്കാനായി ഓടി വന്നവരായിരം കൂട്ടം, എന്നെ തളർത്താനായി ഓടി വന്നവരായിരം കൂട്ടം. എന്നും കോട്ട പോലെ കാത്തുകൊണ്ടവനാണു നീ, വൻ കോട്ട പോലെ കാത്തുകൊണ്ടവനാണു നീ. തകർക്കാനായി ഓടി വന്നവരായിരം കൂട്ടം, എന്നെ തളർത്താനായി ഓടി വന്നവർ